ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 3. പ്രത്യാശ കണ്ടെത്തുക. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. സങ്കീർത്തനം 33:22. പവിഴപ്പുറ്റുകളുടെ നാശം നേരിട്ട് കണ്ടിട്ടുള്ള സമുദ്ര ശാസ്ത്രജ്ഞയാണ് സിൽവിയ ഏൾ. പ്രത്യാശാ ബിന്ദുക്കളുടെ വികസനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ആഗോള സംഘടനയായ മിഷൻ ബ്ലൂ അവർ സ്ഥാപിച്ചു. ലോകമെമ്പാടുമുള്ള പവിഴപ്പുറ്റുകൾ സമുദ്രത്തിന്റെ ആരോഗ്യത്തിന് നിർണായകമാണ്. അത് ഭൂമിയിലെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു. ഈ പ്രദേശങ്ങളുടെ മനഃപൂർവമായ സംരക്ഷണത്തിലൂടെ വെള്ളത്തിനടിയിലുള്ള ജീവസമൂഹങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നതും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ജീവൻ സംരക്ഷിക്കപ്പെടുന്നതും ശാസ്ത്രജ്ഞർ കണ്ടു. സങ്കീർത്തനം 33 ദൈവം സകലത്തെയും വാക്കിനാൽ ഉളവാക്കുകയും താൻ സൃഷ്ടിച്ചതെല്ലാം നിലനിൽക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തുവെന്ന് സങ്കീർത്തനക്കാരൻ അംഗീകരിക്കുന്നു. ദൈവം തലമുറകളുടെയും രാഷ്ട്രങ്ങളുടെയും മേൽ വാഴുമ്പോൾ അവൻ മാത്രമാണ് ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നതും ജീവൻ സംരക്ഷിക്കുന്നതും പ്രത്യാശ പുനരുജ്ജീവിപ്പിക്കുന്നതും. എന്നിരുന്നാലും ലോകത്തെയും താൻ സൃഷ്ടിച്ച സൃഷ്ടികളെയും പരിപാലിക്കുന്നതിൽ ദൈവത്തോടൊപ്പം ചേരാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. മേഘാവൃതമായ ആകാശത്ത് മിന്നുന്ന മഴവില്ലും പാറക്കെട്ടുകളിൽ പതിക്കുന്ന സമുദ്രത്തിലെ തിളങ്ങുന്ന തിരമാലകളും കണ്ട് ഓരോ തവണയും നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവനിൽ നമ്മുടെ പ്രത്യാശ വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും സാന്നിധ്യവും പ്രാപിക്കാം. ലോകത്തിൻ്റെ നിലവിലെ അവസ്ഥ കണ്ട് നാം നിരുത്സാഹപ്പെടുമ്പോൾ നമുക്ക് ഒരു മാറ്റവും വരുത്താൻ കഴിയില്ലെന്ന് നാം വിശ്വസിക്കാൻ തുടങ്ങിയേക്കാം. എന്നിരുന്നാലും ദൈവത്തിൻ്റെ സന്നദ്ധ സേവകരെന്ന നിലയിൽ നാം നമ്മുടെ പങ്ക് വഹിക്കുമ്പോൾ സൃഷ്ടാവ് എന്ന നിലയിൽ ദൈവത്തെ ബഹുമാനിക്കാനും മറ്റുള്ളവർ യേശുവിൽ പ്രത്യാശ കണ്ടെത്താനും അവരെ സഹായിക്കാനും നമുക്ക് കഴിയും. ചിന്തിക്കുക, പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിലുള്ള നിങ്ങളുടെ പ്രത്യാശ എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? ദൈവത്തിൻ്റെ സന്നദ്ധ സേവകരായി നിങ്ങൾക്ക് എങ്ങനെ സേവനം ചെയ്യാനാകും? ദൈവത്തിന് മഹത്വം.